വനവികസന കോർപ്പറേഷനിലെ വിരമിക്കൽ പ്രായം 58 വിരമിക്കൽ പ്രായം 60 ഉയർത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഡിവിഷണൽ മാനേജർ ടി.കെ. രാധാകൃഷ്ണൻ കോർപ്പറേഷന് കത്തു നൽകിയിരുന്നു. സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കെയായിരുന്നു കത്തു നൽകിയത്. 2 മാസത്തോളം തീരുമാനമെടുക്കാതെ ഈ കത്ത് കോർപ്പറേഷൻ ഫ്രീസറിൽ വെച്ചു. രാധാകൃഷ്ണന്റെ വിരമിക്കൽ തീയതിക്ക് ഒരാഴ്ച മുൻപ് മാത്രമാണ് കത്തിൽ സർക്കാരിന്റെ അഭിപ്രായം തേടാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഈ മെല്ലപ്പോക്ക് അവസരമാക്കി രാധാകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ച് താൽക്കാലികമായി സർവീസിൽ തുടരാനുള്ള ഉത്തരവ് സമ്പാദിക്കുകയായിരുന്നു. കത്തിൽ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല എന്നതായിരുന്നു അനുകൂല ഉത്തരവ് സമ്പാദിക്കാൻ സഹായിച്ചത്. കത്തിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിലെ വിരമിക്കൽ പ്രായം ഉയർത്താൻ കഴിയില്ലെന്ന തീരുമാനത്തിലെത്താൻ സർക്കാർ 6 മാസം എടുത്തതും രാധാകൃഷ്ണന് അനുഗ്രഹമായി. അവസാനം വിരമിക്കൽ പ്രായം ഉയർത്താൻ കഴിയില്ലെന്ന സർക്കാർ തീരുമാനം വന്ന് 2 മാസത്തോളമായിട്ടും ടി.കെ. രാധാകൃഷ്ണനെ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നതിനെതിരെ കോർപ്പറേഷനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. തീരുമാനം വന്നിട്ടും ഊർജിതമായ നടപടി സ്വീകരിക്കാൻ മാനേജിംഗ് ഡയറക്ടർ തയ്യാറാകുന്നില്ലെന്ന് വ്യക്തമാക്കി ഡയറക്ടർ ജ്യോതി കെ.എസ്. കോർപ്പറേഷന് നവംബർ 2 കത്തെഴുതി. കോർപ്പറേഷനിലും സർക്കാരിലുമുള്ള സ്വാധീനം മൂലമാണ് ടി.കെ. രാധാകൃഷ്ണന് അനധികൃതമായി സർവീസിൽ തുടരാൻ കഴിയുന്നതെന്ന് വിരമിച്ച ജീവനക്കാർ ആരോപിച്ചു. അനധികൃതമായി നീട്ടിക്കിട്ടിയ കാലയളവിലെ ശമ്പളം നൽകാനും ശ്രമം നടക്കുന്നതായി മുൻ ജീവനക്കാർ പറഞ്ഞു. ഗവൺമെന്റിന്റെ തീരുമാനത്തിന് എതിരായിട്ട് നിൽക്കാനുള്ള ഒരു റൈറ്റും ഒരു കോർപ്പറേഷനിലും ഒരു ഡയറക്ടർ ബോർഡിനും കൊടുത്തിട്ടില്ല. അയാൾ ജോലി ചെയ്ത സമയത്തുള്ള പേയ്മെന്റ് കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് പുതിയൊരു കേസ് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. സർവീസ് കാലയളവിൽ ടി.കെ. രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷം മാത്രമേ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാവൂവെന്നും ഡയറക്ടർ ജ്യോതി കെ.എസ്. ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ടി.കെ. രാധാകൃഷ്ണന് സർവീസ് നീട്ടി നൽകിയതിനെതിരെ അപ്പീൽ ഫയൽ ചെയ്തുവെന്ന് കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കബനി ദിനേശ് പറഞ്ഞു. അടുത്തിടെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ സർക്കാർ തള്ളിയിരുന്നു. സർക്കാരിന്റെ പൊതുനിലപാട് ഇതാണെന്നിരിക്കെ ഒരാൾക്ക് മാത്രമായി വഴിവിട്ട സഹായം എന്തുകൊണ്ട് ചെയ്യുന്നുവെന്ന ചോദ്യമാണ് ഉയരുന്നത്. എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.